ഹായ്, ഇതൊരു അച്ചാറാണ് കേട്ടോ. അച്ചാർ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. ചോറിനൊപ്പം എന്ത് കറി ഉണ്ടെങ്കിലും ഒരു അച്ചാർ സൈഡ് ഡിഷ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ഇതെന്ത് അച്ചാറെന്ന് വെച്ചാൽ ഇതാണ് സ്റ്റാർ പുളിഞ്ചി. നമ്മളിവിടെ അങ്ങനെയാണ് പറയുന്നത് ഇതിനെ. ഇതിവിടെ പറമ്പിലുള്ളത് തന്നെ കുറച്ചേ പിടിച്ചുള്ളൂ. അത് ഉള്ളത് ഇറുത്തെടുത്തതാണ്. കുറച്ച് പഴുക്കാൻ പാകമായി, കുറച്ച് പച്ചയുണ്ട്. അതിനെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കുറച്ച് വെളുത്തുള്ളിയും ചതച്ച്, കുറച്ച് പച്ചമുളകും ചതച്ച്, അല്പം ഇഞ്ചിയും ചതച്ച് വെച്ച്, എന്നിട്ട് കുറച്ച് കറിവേപ്പില, എന്നിട്ട് ഒരു പാൻ വെച്ച് ചൂടായപ്പോൾ ഒരു 2 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് ആദ്യം അരിഞ്ഞു വെച്ച പുളിഞ്ചിക്ക നന്നായിട്ട് വഴറ്റി ഉപ്പും ചേർത്ത്. അപ്പോൾ പുളിഞ്ചിയുടെ നീരെല്ലാം ആ വെള്ളം എല്ലാം വലിച്ചെടുത്ത് നന്നായിട്ട് വെന്ത് അത് നല്ല പരുവത്ത് വഴന്ന് വരുന്നത് ഈ പരുവമാവണം. ആ പരുവാകുമ്പോൾ നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ വീണ്ടും ഞാൻ 2 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടി വന്നപ്പോൾ ഞാൻ ചതച്ച് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ അതിലിട്ട് മൂപ്പിച്ച്, അത് മൂത്ത് വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചിട്ട് മസാലയായിട്ട് അല്പം മഞ്ഞൾപ്പൊടി, എരിവിന് കുറച്ച് മുളക് പൊടി, പിന്നെ കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചത് 1 സ്പൂൺ കായപ്പൊടി, ഇവയെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഈ മസാല എല്ലാം കൂടെ ഒന്ന് റെഡിയായി പിടിച്ചു വരാനായിട്ട് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ച്, ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് 1 സ്പൂൺ വിനാഗിരിയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത്, ഇതെല്ലാം കൂടെ കിടന്ന് വിനാഗിരിയാണ് ഇപ്പോൾ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് കുറുകി ആ മസാലയെല്ലാം കുറുകി വന്ന സമയത്തേക്ക് ഞാൻ അതിലേക്ക് ചേർത്ത് ഒരല്പം ശർക്കര, ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് അല്പം ശർക്കര ചേർത്തത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഞാൻ വഴറ്റി വെച്ച പുളിഞ്ചിക്ക് അതിലേക്കിട്ട് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി 1 മിനിറ്റ് ആ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്ലെയിം ഓഫാക്കി എടുത്ത് നമുക്ക് ഈർപ്പം ഇല്ലാത്ത ഒരു ടിന്നിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് എത്ര നാൾ വേണമെങ്കിലും പുറത്ത് വെച്ച് സൂക്ഷിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണേ.